വയൽ മണ്ണിട്ട് നികത്തിയതിന്റെ ദുരിതം പേറുകയാണ് കാസർഗോഡ് ബദിര ഗ്രാമം. സ്വകാര്യ വ്യക്തി 5 ഏക്കറോളം പാടം മണ്ണിട്ട് നികത്തിയതോടെ ചുറ്റും വെള്ളം കെട്ടിനിന്നതാണ് ദുരിതത്തിന് കാരണം. വെള്ളം കെട്ടിനിന്ന് ചീഞ്ഞുനാറുന്ന പാടത്ത് കൊതുക് പെരുകുകയാണ്. ഗ്രാമം ഇന്ന് പകർച്ചപ്പനി ഭീഷണിയിലാണ്. വെള്ളം ഒഴുകിപ്പോവാനുള്ള വഴികളെല്ലാം മണ്ണിട്ട് നികത്തിയതോടെ ഒരു ഗ്രാമം തന്നെ വെള്ളത്തിനടിയിലാണ്. കാസർഗോഡ് നഗരസഭയുടെ മൂക്കിന് താഴെയാണ് അനധികൃതമായി വയൽ മണ്ണിട്ട് നികത്തിയത്. കാസർഗോഡ് നഗരസഭാസ്ഥാനത്തിന് തൊട്ടടുത്താണ് ഈ സ്ഥലം. സ്വകാര്യ വ്യക്തി പാടം നികത്തിയതോടെയാണ് ഇവിടെയുള്ളവരുടെ ജീവിതം ദുരിതപൂർണമായത്. ഈ കഴിഞ്ഞ വർഷം ലാസ്റ്റ് മന്തിൽ ഈ ഫുള്ള് വെള്ളം ഈ മണ്ണിട്ട് നികത്തി. തോടുണ്ടായിരുന്നു, ആ തോട് ഫുള്ള് മണ്ണിട്ട് നികത്തിയതുകൊണ്ട് ഇവിടെ വെള്ളം പോകുന്നില്ല, ഫുള്ളായിട്ട് സ്റ്റോപ്പാണ്. ഇപ്പോൾ ഏഴ് ദിവസമായി മഴയില്ലാണ്ട് ആദ്യത്തെ 4 മഴക്കുള്ള വെള്ളമാണ് ഇപ്പോൾ കെട്ടിക്കിടക്കുന്നത്. ഇതിനേക്കാളും കുറേ കൂടുതലുണ്ടായിരുന്നു. എൻ്റെ വീട് ഏകദേശം ആ സ്റ്റെപ്പിന് മുകളിൽ മുങ്ങിയിട്ടുണ്ടായിരുന്നു. പാടത്ത് വെള്ളം കെട്ടിനിന്ന് ചീഞ്ഞു നാറുകയാണ്. മൂക്കുപൊത്താതെ ഇതുവഴി നടക്കാനാവുന്നില്ല. വെള്ളം കെട്ടിനിന്നതോടെ കൊതുകുകളും പെരുകാൻ തുടങ്ങി. 13 ദിവസമായിട്ട് ഈ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ട്. കൊതുക് ഒരുപാട് മുമ്പത്തിനേക്കാളും 100 ഇരട്ടി കൂടുതലാണ് ഇപ്പോൾ കൊതുക്. പോരാത്തതിന് എൻ്റെ ഇതേ വാർഡിൽ ഒരു വ്യക്തിക്ക് ഡെങ്കിപ്പനി ഉണ്ട് എന്ന് സ്ഥിരീകരിച്ചും കഴിഞ്ഞ്. വെള്ളം കെട്ടിനിന്ന് ഏക്കർ കണക്കിന് കവുങ്ങ് കൃഷിയാണ് നശിക്കുന്നത്. ഒരു മാനദണ്ഡവും പാലിക്കാതെ വയൽ നികത്തിയ വ്യക്തിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഷഫീഖ് നസ്രുള്ള, മീഡിയ 1, കാസർഗോഡ്.